കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ബിജെപി നേതാക്കളും കൗൺസിലർമാരും സ്ഥലം സന്ദർശിച്ചു. ബസ് സ്റ്റാൻഡിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അപകടം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം നേതാക്കളും മുനിസിപ്പൽ കൗൺസിലർമാരും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിൽ നടന്ന അപകടം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കാലപ്പഴക്കം മൂലം ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും സമഗ്ര സുരക്ഷാ പരിശോധന നടത്തി അടിയന്തര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്നലെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ വൈകിട്ട് 5:30 ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പുല്ലൂറ്റ് മേഖലയിൽ താമസിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ബസ് കയറാൻ വന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ നിന്നും വാർത്തിട്ടുള്ള ഒരു വലിയ വാർക്ക കഷ്ണം ആ കുട്ടിയുടെ കയ്യുമ്മ വീഴുകയും ആ കയ്യിൽ നിന്നിപ്പോൾ നീര് വന്ന് ആ കുട്ടി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ അപകടമുണ്ടായ സമയത്ത് വാർഡ് കൗൺസിലറായിട്ടുള്ള ഗീത റാണി പെട്ടെന്ന് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൗൺസിലറായിട്ടുള്ള പ്രദീപ് ജള്ളിയിലും ഈ പരിസരത്തെത്തിയ ആ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ ഡോക്ടറായിട്ടുള്ള പ്രവീൺ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് കൈക്ക് വലിയൊരു ചതവ് പറ്റിയിട്ടുണ്ട്. ആ കുട്ടിക്ക് വിശ്രമിക്കേണ്ട ഒരു സാഹചര്യമാണ്, സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം 4.5 പതിറ്റാണ്ടോളം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചത് LDF ഭരണസമിതിയാണ്. ഇവിടുത്തെ കോംപ്ലക്സ് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ ബിൽഡിങ്ങും ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളും മുഴുവൻ വീഴാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അതുമാത്രമല്ല, വാർഡ് കൗൺസിലർ കൃത്യമായിട്ട് ചെയർപേഴ്സണെ വിളിച്ചു പറയും, ഇതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിലെ ഈ ഭാഗം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇതിലെ കടന്നു പോകാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം. യാത്രക്കാരുടെ ജീവന് ഭീഷണിയായ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി ഉടൻ ഇടപെടണമെന്നും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച സംഘത്തിൽ ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി TJ, മണ്ഡലം സെക്രട്ടറി ശോഭ ജോഷി, ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ സജീവൻ TS, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത് TS, ഏരിയ വൈസ് പ്രസിഡന്റ് ഷിമി, കൗൺസിലർമാരായ വിജിൽ PV, പ്രദീപ് ചള്ളിയിൽ, സന്തോഷ് പുത്താഴത്ത്, ഗീത റാണി, രഞ്ജിത്ത് രാജീവ്, അമ്പിളി ജയരാജ്, രേഷ്മ പ്രമോദ്, ദീപ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡിലെ അപകടത്തിന് കാരണമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.